ഹജ്ജ് കർമ്മം കഴിഞ്ഞ് ആളുകളൊക്കെ തിരിച്ചെത്തി തുടങ്ങി അല്ലേ? നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയ ആളുകളും അല്ലാത്ത വിദേശ രാജ്യങ്ങളിൽ നിന്ന് സൗദിയിലെത്തിയ ആളുകളും ഹജ്ജ് കർമ്മത്തിനായി എത്തിയ ആളുകളൊക്കെ അവരവരുടെ ദേശത്തേക്ക് മടങ്ങി തുടങ്ങിയിരിക്കുന്നു. കാരണം ഹജ്ജ് കർമ്മങ്ങളൊക്കെ എല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും തിരിച്ചുള്ള യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. ചൗധരി ചരൺ സിംഗ് അന്താരാഷ്ട്ര വിമാനത്താവളം. ഈ ചൗധരി ചരൺ സിംഗ് വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ഉത്തർപ്രദേശിൽ നിന്നുള്ള ഹാജിമാര്, ആ ഹാജിമാരുടെ ലഗേജുകൾ പൊട്ടിച്ചിട്ട് സ്വാഭാവികമായിട്ടും സൗദിയിൽ പോയതാണ്. തിരിച്ചു വരുമ്പോൾ ചില പർച്ചേസിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ, വിദേശത്ത് പോയി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പല വിലപിടിപ്പുള്ള സാധനങ്ങളും പല പർച്ചേസിങ്ങുകളൊക്കെ എല്ലാവരും നടത്താറുണ്ട്. കൂട്ടത്തിൽ ഇവരും നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ പർച്ചേസിങ് നടത്തിയ എല്ലാ സാധനങ്ങളും ലഗേജ് പൊട്ടിച്ച് കൊള്ളയടിച്ചിരിക്കുന്നു സംഘ് പരിവാറുകാർ എല്ലാം കൊള്ളയടിച്ചിരിക്കുന്നു. ലഗേജ് പൊട്ടിച്ച് ഉത്തർപ്രദേശിൽ വന്നിറങ്ങിയ മിക്ക ഹാജിമാരുടെയും ലഗേജുകൾ പെട്ടി തുറന്ന് അതിൽ നിന്ന് സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിയിരിക്കുന്നു. പരാതി പറഞ്ഞപ്പോൾ എയർപോർട്ട് അതോറിറ്റി എന്താണ് പറഞ്ഞത്? ഇത് ഞങ്ങളാരും ചെയ്തതല്ല, ഇത് നിങ്ങളുടെ ലഗേജുകൾ നിങ്ങൾ ഭദ്രമായിട്ട് ടാഗ് ചെയ്യാത്തതിൻ്റെ ഫലമായിട്ട് എല്ലാം പൊട്ടിപ്പോയതാണ്, ഇവിടെ അങ്ങനെ ആരും ചെയ്യൂല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? സൂക്ഷ്മത പാലിക്കണം. ലഗേജുകളൊന്നും ഞങ്ങൾ അടിച്ചു മാറ്റിയിട്ടില്ല എന്നാണ് എയർപോർട്ട് അതോറിറ്റി പറയുന്നത്. അവിടെ നിൽക്കട്ടെ. അപ്പം കഴിഞ്ഞ ദിവസമാണ്, അതായത് ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് എന്ത് കഴിഞ്ഞത്? ബലിപെരുന്നാൾ കഴിഞ്ഞത്. അപ്പോൾ ബലിപെരുന്നാൾ കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിൽ ഹജ്ജിൻ്റെ ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ തീർത്തിട്ടാണ് ഹാജിമാർ തിരിച്ചെത്തിയിരിക്കുന്നത്. ഇപ്പം എന്താ സംഭവം? മുസ്ലിങ്ങളൊക്കെ പാകിസ്ഥാനികളാണ്. മുസ്ലിങ്ങൾ ഉള്ള ഗ്രാമത്തിലേക്ക് റോഡ് ഉണ്ടാക്കൂല, പാലുണ്ടാക്കൂല, അടിസ്ഥാന വികസനങ്ങളൊന്നും ഉണ്ടാക്കൂല. ഹൈന്ദവ ഗ്രാമത്തിലേക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ മുസ്ലിം വിരോധമാണ് ആകെ മൊത്തം സംഘ് പരിവാറിൻ്റെ ലൈൻ എന്ന് പറയുന്നത്. പക്ഷേ മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആളുകളുടെ സ്വത്ത് അത് നക്കാൻ കിട്ടിയാൽ വേണ്ടുവോളം നക്കും. അതിന് മാത്രം ഒരു ഐത്തവും ഇല്ല. അത് കൊള്ളയടിച്ച് നക്കും, അത് കട്ടെടുത്ത് നക്കും, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ മുസ്ലിം സഹോദരന്മാരുള്ള നാട്ടിൽ അവർ പാകിസ്ഥാനികളാണ്, അവർ രാജ്യദ്രോഹികളാണ്, അവർ രാജ്യത്തിന് പുറത്തേക്കേണ്ടവരാണ്. അവർക്ക് വോട്ടവകാശമില്ല, അവർക്ക് റേഷനില്ല, അവർക്ക് പെൻഷനില്ല. അവർ താമസിക്കുന്ന ഗ്രാമങ്ങളിലേക്ക് റോഡില്ല, കറണ്ടില്ല, വെള്ളമില്ല, പാലമില്ല, ഒന്നുമില്ല. പക്ഷേ മുസ്ലിം സഹോദരങ്ങൾ അവരുടെ സ്വത്തുക്കൾ എങ്ങനെയെങ്കിലും കിട്ടിയാൽ അത് നക്കാൻ സംഘ് പരിവാറുകാർ മുമ്പിലുണ്ട്. അത് കൊള്ളയടിച്ച് നക്കാനും സംഘ് പരിവാറുകാരുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ബീഹാറിൽ നിന്ന് ഷഹസാദ് അലി എന്ന് പറയുന്ന ഒരു 25-കാരനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ടുണ്ടായിരുന്നു. ആ ആൾക്കൂട്ടം ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഷഹസാദിൻ്റെ പോക്കറ്റിൽ ഒരു 5000 രൂപയുണ്ടായിരുന്നു. തല്ലിക്കൊന്നിട്ട് പോകുമ്പോൾ ഈ ക്രിമിനൽ സംഘ് പരിവാറിൻ്റെ ക്രിമിനൽ ഭീകരവാദികൾ, തീവ്രവാദികൾ, സംഘ് പരിവാർ ഭീകരവാദികൾ ആ 5000 രൂപ കൂടി ആ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ട് വയറുമുട്ട കള്ളു കുടിച്ച തമ്മാടികളാണ് ഈ ഭീകരവാദികൾ. മനസ്സിലാക്കണം നിങ്ങൾ. ഇപ്പം ഞാൻ പറയുന്നത്, ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന്, ബംഗാളിൽ നിന്ന്, അസമിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന് ഒക്കെ പുറത്തേക്ക് വരുന്ന വാർത്തകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ കഴിഞ്ഞ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തിയ ക്രൂരതകളും അക്രമങ്ങളും നിയമനിർമ്മാണങ്ങളും വിശ്വാസത്തിലുള്ള കൈകടത്തലുകളും ആചാരങ്ങളുടെ മുകളിലുള്ള കൈകടത്തലുകളും ഒക്കെ എത്രത്തോളമായിരുന്നു എന്ന് അല്ലേ? ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വാർത്തയും വരുന്നത്. ഏത്? ലഗേജുകൾ പൊട്ടിച്ചിട്ട് വിലപിടിപ്പുള്ള സാധനങ്ങൾ. സ്വാഭാവികമായിട്ടും വിദേശത്ത് നിന്ന് വരികയാണല്ലോ, സാധനങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാ. പോരാത്തതിന് ഹജ്ജിന് പോയിട്ട് വരികയാണ്, ഉറപ്പായിട്ടും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകും. എല്ലാം പൊട്ടിച്ച് അടിച്ചു മാറ്റി നക്കുന്ന
ഈ പറയുന്ന സംഘ് പരിവാർ ഭീകരത. മുസ്ലിമിന് തൊട്ടുകൂടായ്മയാണ്, തീണ്ടിക്കൂടായ്മയാണ്, അവൻ രാജ്യദ്രോഹിയാണ്, അവൻ പാകിസ്ഥാനിയാണ്, ഇതൊക്കെയാണ് വാദങ്ങൾ. എന്നാലോ അവൻ്റെ പണവും അവൻ്റെ സ്വത്തും അവൻ്റെ മുതലും ഒക്കെ വേണം. അതിനൊന്നും ഒരു അയിത്തവും ഇല്ല. ഇപ്പം ഡൽഹിയിൽ നിങ്ങൾ കണ്ടില്ലേ, ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഹൈന്ദവരായ സഹോദരങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് സംഘ് പരിവാർ ഞങ്ങളെ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ചാൽ മുസ്ലിം സഹോദരങ്ങളുടെ സ്വത്തുക്കളൊക്കെ പിടിച്ചടക്കിയിട്ട് അത് നിങ്ങൾക്ക് തരൂ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് പണക്കാരനാവാം. ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി, സംഘ് പരിവാറിനെ BJP അധികാരത്തിലെത്തിക്കണം. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ കണ്ണെവിടെയാ? ഈ മുസ്ലിം വിരോധത്തിനുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആളുകളുടെ കൈകളിലുള്ള സ്വത്തുക്കളാണ്, അവരുടെ കയ്യിലുള്ള പണമാണ്, അവരുടെ ജീവിത സാഹചര്യങ്ങളാണ്. ഇതൊക്കെ കാണുമ്പോൾ ഈ കൃമികീടങ്ങൾക്ക്, ഈ സംഘ് പരിവാറിൻ്റെ ഭീകരർക്ക്, സംഘ് പരിവാറിൻ്റെ തീവ്രവാദികൾക്ക് വല്ലാതെ അങ്ങ് കുരുപൊട്ടുക, മൂലം ഇങ്ങനെ കടയുക. കാരണം ഇപ്പം അത് UP-യിലാണെങ്കിലും ബംഗാളിലാണെങ്കിലും അസമിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും രാജ്യത്ത് എവിടെയാണെങ്കിലും ഇവരുടെ കയ്യിലുള്ള പണം കാണുമ്പോൾ, സ്വത്തുക്കൾ കാണുമ്പോൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ കാണുമ്പോൾ, അവൻ്റെ ജീവിത സാഹചര്യം കാണുമ്പോൾ ഒക്കെ വല്ലാത്തൊരു മൂലം കടച്ചിൽ. അതാണ് ഈ മുസ്ലിം വിരോധത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതല്ലാതെ മുസ്ലിം സഹോദരങ്ങൾ ഈ പറയുന്ന തീവ്രവാദി ആയതുകൊണ്ടോ, പാകിസ്ഥാനി ആയതുകൊണ്ടോ, വർഗീയവാദി ആയതുകൊണ്ടോ, ക്രിമിനൽ ആയതുകൊണ്ടോ ഒന്നുമല്ല. ഇതിനൊറ്റ അടിസ്ഥാനമേ ഉള്ളൂ. ആ അടിസ്ഥാനം ഈ പറയുന്ന ഒറ്റ കാര്യമാണ്. അതല്ലാതെ മുസ്ലിം സഹോദരങ്ങൾ പശുവിനെ കശാപ്പ് ചെയ്യുന്നു എന്നാണോ? മുസ്ലിം സഹോദരങ്ങൾ എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ ഇനിയിപ്പോൾ പുറത്ത് കാര്യം തീരെ അറിയില്ല, ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കേരളത്തിലെവിടെയും പശുവിനെ ആരും അറക്കുന്നില്ല. കേരളത്തിലെവിടെയും പശുവിനെ അറക്കുന്നില്ല. ഇനി പശുവാണ് അറുത്തത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങാൻ ആരും പോകാറുമില്ല. സ്വാഭാവികമായിട്ടും അതില്ല, കാരണം അതിന് ഡിമാൻഡില്ല, അത് ആളുകൾക്ക് ആവശ്യമില്ല. ഇനി പശുവിനെ അറക്കുന്നത് കൊണ്ട് മാത്രമാണ് മുസ്ലിം സഹോദരങ്ങളോട് ഇനി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇമാജിനേഷന് വരികയാണ്. ഇനി അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് മുസ്ലിം സഹോദരങ്ങളോട് ഈ വിരോധമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ വിരോധം ഏറ്റവും കൂടുതൽ പശുക്കളെ അറുക്കുന്നത് സംഘ് പരിവാർ കോർപ്പറേറ്റ് എക്സ്പോർട്ടിംഗ് കമ്പനികളാണ്, ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനികളാണ്. അവരോട് വിരോധമുണ്ടോ? അവരോട് വിരോധമില്ല. അവരുമായിട്ട് ഒക്കച്ചങ്ങായിമാരാണ്, അവരുമായിട്ട് നല്ല സൗഹൃദങ്ങളാണ്, അവരുമായിട്ട് യാതൊരു കുഴപ്പമില്ല. അവരുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ബീഫ് കഴിക്കുന്ന, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബംഗാളിൽ കണ്ടു, ബീഫ് കഴിക്കുന്ന മകളെ ഗ്രാമത്തിലേക്ക് കയറ്റരുത് എന്ന് അച്ഛനെ ഭീഷണിപ്പെടുത്തുന്ന സംഘ് പരിവാറുകാർ. അപ്പോൾ ഇതേ ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനികളിൽ നിന്ന് BJP പണം വാങ്ങുന്നുണ്ട്, സംഭാവന വാങ്ങുന്നുണ്ട്. കഴിഞ്ഞ മാസങ്ങളിൽ 30 കോടി രൂപയാണ് ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനികളിൽ നിന്ന് BJPയുടെ അക്കൗണ്ടിലേക്ക് സംഭാവനയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ 30 കോടി രൂപ 30 രൂപയല്ല, 30 കോടി രൂപയാണ്. മനസ്സിലായില്ലേ? ആ 30 കോടി രൂപ BJPയുടെ അക്കൗണ്ടിലേക്ക് വരുമ്പോഴൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ബീഫ് കഴിക്കുന്ന ആൾ ഗ്രാമത്തിലേക്ക് വരാൻ പാടില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊന്നും വിരോധം ഇതൊന്നല്ല. വിരോധം എന്താണ്? ഈ മുസ്ലിം സഹോദരങ്ങളുടെ കൈകളിലുള്ള പണവും സ്വത്തുക്കളും അവരുടെ ജീവിത സാഹചര്യവും ഇതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എങ്ങനെ കൊള്ളയടിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ കൊള്ളയടിക്കുന്നുണ്ട്. ആ സ്വത്തുക്കളിൽ ഒരു കണ്ണുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പം BJP ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നിങ്ങൾ വോട്ട് ചെയ്ത് BJP അധികാരത്തിലെത്തിച്ചാൽ മുസ്ലിങ്ങളുടെ കയ്യിലുള്ള സ്വത്ത് പിടിച്ച് നിങ്ങൾക്ക് തരും എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സ്വത്തിന്മേൽ കണ്ണുണ്ട്. ആ സ്വത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവരുടെ കയ്യിലുള്ള അവരുടെ സമ്പാദ്യം അത് എങ്ങനെയെങ്കിലും കൈക്കലാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അത് ചെയ്യുന്നുമുണ്ട്. അതാണിപ്പോൾ ഈ പറയുന്ന ഉത്തർപ്രദേശിലെ വിമാനത്താവളത്തിൽ നടന്നത്. ഹജ്ജ് കഴിഞ്ഞ് വരുന്ന പിൽഗ്രിംസ് ആയിട്ടുള്ള ആളുകൾ അവരുടെ ലഗേജുകൾ പൊട്ടിച്ച് വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റി. ഒരാളതല്ല, രണ്ടാളതല്ല, മൂന്നാളതല്ല. ആ വിമാനത്തിൽ വന്നിറങ്ങിയ ഒട്ടുമിക്ക ആളുകളുടേതും 1-2 ആളുകളുടെ ലഗേജുകൾ മാത്രമാണ്
പൊട്ടിക്കാതെ രക്ഷപ്പെട്ടത്. അതെനിക്ക് തോന്നുന്നു അതിനൊരു സമയം കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പൊട്ടിക്കുന്നതിന് ചിലപ്പോൾ അതിങ്ങോട്ട് പാസ്സായി പോയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ 1-2 ആളുകളുടെ ലഗേജ് മാത്രമാണ് സുരക്ഷിതമായിട്ട് എത്തിയത്. ബാക്കി എല്ലാ ലഗേജുകളിലുമുള്ള സാധനങ്ങൾ അടിച്ചു മാറ്റി കൊള്ളയടിച്ച് നക്കി സംഘപരിവാറിൻ്റെ ഭീകരർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറയുന്നത് മറ്റൊന്നുമില്ല, ഈ വിരോധമാണ്, മുസ്ലിങ്ങളോട് വിരോധമാണ്. അവനെ ഗ്രാമത്തിൽ കയറ്റാൻ പാടില്ല, അവനെ പുറത്താക്കണം, അവനെ രാജ്യത്തിന് പുറത്താക്കണം, അവനെ ആനയാക്കണം, തേനയാക്കണം, ചേങ്ങയാക്കണം, കൊള്ളയടിക്കണം, കൊല്ലണം ഒക്കെയാണ്. പക്ഷെ മുസ്ലിമിൻ്റെ സ്വത്ത് അതിന് യാതൊരു അയിത്തവും ഇല്ല. അത് കിട്ടിയാൽ അത് കൊള്ളയടിക്കാനും റെഡിയാണ്, അത് നക്കാനും റെഡിയാണ്. അതിനൊന്നും ഒരു തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും സംഘപരിവാർ ഭീകരർക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.